കൺഗ്രാറ്റ്സ്. പുതിയ പോസ്റ്റിങ്ങിന് എങ്ങനെ കിട്ടി കസ്റ്റഡിയിലെ സോൺ ചീഫിനെ? ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോ മുതൽ ഞാൻ ഫോളോ ചെയ്തു. പിന്നെ തക്കം കിട്ടിയപ്പോ ഐ ജസ്റ്റ് കിഡ്നാപ്ഡ് ഹിം. എന്താടാ, നിന്നെ ശരിക്കും സംശയിക്കുന്നുണ്ടോ? ട്രാക്ക് ചെയ്യുന്നുണ്ടോ അവൻ? നരി, ഐ ഡോണ്ട് നോ. പക്ഷെ സത്യം പറഞ്ഞാല് എനിക്കുള്ളിൽ ഒരു പേടിയാ സേതു. അവനെ ഒരു 10 വട്ടം തിരിഞ്ഞു നോക്കിയിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് പോരുമ്പോ ആരെങ്കിലും ട്രെയിൽ ചെയ്യുന്നുണ്ടോന്ന്. ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്. എത്ര പോലീസുകാർ കാണും ബാലു ഈ സ്റ്റേറ്റില്? നിന്റെ വെട്ടം കണ്ട മുട്ടുകൂട്ടിയിടിച്ച് സല്യൂട്ട് ചെയ്യുന്നവരെ 100, 1000, 10000, ലക്ഷം, അതോ അതിനപ്പുറോ? ആ ലക്ഷത്തിലൊരുവൻ. അത്രേ ഉള്ളൂ, അത്രേ ഉണ്ടവൻ പാടുള്ളൂ ഒരു നരേന്ദ്രൻ. I bloody pity you, ബാലു, pity you. എന്ത് തോന്നുന്നു പഴയ സബ് ഇൻസ്പെക്ടർ യജമാനന്? പറയല്ലേ, വിട്ടുകോണം അതുണ്ട്. ഒരു ഐഡിയ, അതും ഇദ്ദേഹത്തെ പോലെ ആളെ അടച്ചിട്ട മുറിയിലാണേലും ഒന്ന് കൈവെക്കാനൊത്ത സന്തോഷക്കാരി ഒട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ ഭയക്കണം. ഒരു ചൂരടിക്കുന്നുണ്ട് ശത്രുവിന്റെ, കരുതണം. സത്യം. ബെറ്റർ ബി ഓൺ ഗാർഡ് സേതു. ബാലു, എന്റെ ഓർമ്മയില് 8 വയസ്സുള്ളപ്പോഴാ നാരായണൻ നായര് കാട്ടുരാജാവ് ആദ്യം ജയിലിൽ കയറുന്നത്. ഇവളെ എന്നെയും ഇവിടെ ഏൽപ്പിച്ചിട്ട് അപ്പൊ മുതൽ ഈ മിടിപ്പ് വരെ ഏത് സാഹസത്തിൽ ചെന്ന് പെട്ടാലും, ശത്രുപാളയത്തിൽ എത്രയൊക്കെ ചെന്ന് കയറുമ്പോഴും എപ്പോഴും ഐ ആം ഓൺ ഗാർഡ്. ഊണിലും സുഷുപ്തിയിലും സ്വപ്നത്തിലും ജാഗ്രതയിലും എല്ലാം നിത്യം വിളക്ക് കൊളുത്തി ദൈവത്തിന്റെ വാതിലി മുട്ടുമ്പോ ഒറ്റ വരമേ ചോദിക്കാറുള്ളൂ സേതു, എന്നെ രക്ഷിക്കണം, എന്നെ മാത്രം രക്ഷിക്കണം. അതൊരു കരാറാ. ദൈവം എന്നെ രക്ഷിച്ചാല് എനിക്ക് കൂടെയുള്ളവരുടെ രക്ഷ ഞാൻ ഏറ്റെടുക്കും. ദൈവത്തിന്റെ ഒരു സബ് കോൺട്രാക്ട് സേതുവിന്. ദൈവം എന്നെ കൈവിട്ടാല് ആരെയും എന്തിനേയും കൈവിടും സേതു. മനസ്സിലായില്ല എന്നല്ലേ? മനസ്സിലാവില്ല. ശത്രുവിന്റെ ചൂരടിച്ചാല് പിന്നെ കണക്ക് വേറെയാ സേതുവിന്റെ. അത് അപ്പിച്ചായിക്ക് മനസ്സിലാവും, അപ്പിച്ചായിക്ക് മാത്രം, ഒടുക്കം വരെ. അല്ലേ ഓൾഡ് മാൻ? ഹെലൻ, യുദ്ധം തുടങ്ങാം ഏത് നിമിഷത്തിലും. യു ക്യാൻ ഗോ ബാക്ക് ടു ഗോവ എനി ടൈം. എന്നിട്ട് എത്ര സന്നാഹം ചോദിച്ചാലും ഒരുക്കി വെക്കാൻ പറയണം. സേതു ഞൊട്ടിക്കുമ്പോ എത്തിച്ചു തരാൻ നിന്റെ ബിഗ് ബ്രദേഴ്സിനോട്. ഹലോ, യെസ് യെസ്. ബഹൻ കാണാൻ സമയം ചോദിച്ചിരിക്കുന്നു. നരി, നരി, Carry on. Anna, you wait for me at the meditation hall. Okay. നരേന്ദ്ര, നരി അല്ലേ? എനിക്ക് നിങ്ങളോട് യെസ്. മീര കിച്ചണിൽ വിളിച്ചിട്ട് ടീയോ കോഫി? ഒന്നും വേണ്ട, പ്ലീസ് കം. കാരുണ്യ ദീപം, ദി ബിനൈൻ ലൈഫ് ട്രസ്റ്റ്, ഗോവ, കൂനൂർ, പിന്നെ കേരളത്തിൽ ഇവിടെ. അങ്ങനെ 3 സെറ്റിൽമെന്റ്സ്. മദനപ്പള്ളിയിൽ ഒരു ജെറിയാട്രിക് റിട്രീറ്റ്, ധനുഷ്കോടിൽ ഈട തുടങ്ങിയ റീഹാബ് വില്ലേജ്, ആലുവായ്ക്കടുത്ത് സ്ഥായി ധ്യാന കേന്ദ്രം. ഇത്രയുമാണ് സെന്റേഴ്സ് നിങ്ങൾക്ക് അല്ലേ? യെസ്. ബഹൻ അഥവാ രമാ ബഹൻ ഇവിടങ്ങളിൽ, അതായത് കാരുണ്യദീപത്തിന്റെ സർവീസ് ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്ന കമ്പക്കലിലും കുരങ്ങുപാറയിലും സാധാരണക്കാർക്കിടയിൽ ബെറ്റർ നോൺ ആസ് സിസ്റ്റർ അല്ലേ? ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യൻ എല്ലാ മതവിഭാഗക്കാരും പെടും. ഇഷ്ടമുള്ള പ്രാർത്ഥനാ മുറ തിരഞ്ഞെടുക്കാം, ആശ്രിതർക്കും അന്തേവാസികൾക്കും. എന്തും ഏതിനെയും ആരാധിക്കാം. എ ലിബറൽ സ്പിരിച്വൽ കമ്മ്യൂൺ. ഒപ്പം ദുരൂഹതകളും ഒരുപാട്, സ്രോതസ്സുകളും ഒരുപാട്. ഡൊമസ്റ്റിക്, ഓവർസീസ്, ഡിസ്ക്ലോസ്ഡ്, അൺഡിസ്ക്ലോസ്ഡ്, അങ്ങനെ ആയവ്യയങ്ങൾ ബാലൻസ് ചെയ്തെടുക്കാൻ മുട്ടുസൂചിയും തീപ്പെട്ടിയും തുടങ്ങി വീട്ടമ്മ കറി പൗഡർ വരെ എല്ലാം ലോണ്ടറി ചെയ്തെടുക്കാൻ പ്രത്യക്ഷ സംരംഭങ്ങൾ പലതരം. പക്ഷേ ലുക്ക് മിസ്റ്റർ, കാരുണ്യ ദീപത്തിന്റെ കണക്കുകളാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ യു ബെറ്റർ ചെക്ക് വിത്ത് മൈ ഓഡിറ്റേഴ്സ് ഓർ മേക്ക് യുവർ പോയിന്റ് പ്ലീസ്. യെസ്, ടു ദ പോയിന്റ്. ഓമനക്കുട്ടനെ അറിയോ? Who
ഓമനക്കുട്ടൻ ഫോറസ്റ്റ് ഗാർഡ് അറിയോ? ജോസ് കമ്പിളികണ്ഠം അറിയുമോ ബാൻജി? പുറത്ത് ഗേറ്റിൽ നിങ്ങളുടെ ഭാഷ അറിയാത്ത ഉത്തരേന്ത്യൻ ബ്ലാക്ക് കാറ്റിന് മൂക്കിന് താഴെ ജോസിന്റെ ഫോട്ടോ ഒന്ന് ഫ്ലാഷ് ചെയ്തപ്പോ അവന്റെ മുഖത്ത് മിന്നിമറിഞ്ഞ ഷോക്ക് തിരിച്ചറി. ജോസിന്റെ പേര് ഞാൻ ഉച്ചരിച്ചപ്പോ ദാ ഇപ്പോ നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ബഹൻജി വിരലടയാളം വെച്ച് തുല്യം ചാർത്തിയ ഒരു സത്യവാങ്മൂലത്തിന്റെ ബലമുണ്ട് അവിടുത്തെ ഭാവമാറ്റങ്ങൾ. പ്ലീസ്. യെസ്, കമ്പളികണ്ഠൻ ജോസ് എന്തെല്ലാമായിരുന്നു എന്ന് കൃത്യമായി അറിയും നിങ്ങൾക്ക്. എല്ലപ്പെട്ടി ചെക്ക് പോസ്റ്റിലെ ഗാർഡ് ഓമനക്കുട്ടനെ നിങ്ങൾ അറിയും. ജോസ് കൊല്ലപ്പെട്ടതിന്റെ തൊട്ട് തലേ ദിവസം അവൻ ചെക്ക് പോസ്റ്റ് കടക്കുന്നതിന് കൃത്യം 1/2 മണിക്കൂർ മുമ്പ് ഓമനക്കുട്ടന്റെ സെൽഫോണിൽ നിങ്ങൾ വിളിച്ചിട്ടുണ്ട്. തെളിവുകളുണ്ട് എന്റെ കയ്യിൽ. ഓമനക്കുട്ടന്റെ മൊഴി, ഒപ്പം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിസ്റ്ററുടെ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ച ഗാർഡ് കുഞ്ഞികൃഷ്ണന്റെ മൊഴി, രേഖകൾ കാണണോ? വിശ്വസിക്കാൻ? No. യെസ്, കഞ്ചാവ് കടത്താൻ ജോസ് കാരുണ്യ ദീപത്തിന്റെ മറ ഉപയോഗിച്ചിരുന്നു. കടമ്പകൾ തുറന്നു കിട്ടാൻ ദി ബിനൈൻ ലൈഫ് ട്രസ്റ്റിന്റെ ക്ലൗഡ്, ക്രെഡിബിലിറ്റി, ഫെസിലിറ്റീസ്, വാഹനങ്ങൾ, ധ്യാനയാത്രകൾ ആൻഡ് യു എല്ലാം ഉപയോഗിച്ചിരുന്നു ജോസ്. Hey, come on. Come on, dispute me. തെളിയിക്കണോ ഞാൻ? ഇവിടുത്തെ ആശ്രിതർ, അന്തേവാസികൾ, അടുക്കളക്കാരികൾ, അന്തപ്പുര കാവൽക്കാർ വലിച്ചിറക്കി നിരത്തി നിർത്തി പിടിച്ച് പറയിക്കണോ ഞാൻ? ഓരോരുത്തരെ കൊണ്ടും സത്യങ്ങൾ ഓരോന്നോരോന്നായിട്ട്. Would you cherish the scene, the chaos? Look, ഇതൊരു spiritual settlement. You cannot upset our ambience. Ambience, my foot. The veil of spirituality. അതിന്റെ മറവിൽ എന്ത് തെമ്മരത്തിലാവാ നിനക്കൊക്കെ അല്ലേ? മാജി, ശ്രീജി, ആനന്ദ്ജി, അമ്മാജി, മൈജി, ബഹൻജി, പല സ്തുതികളിൽ, പല തസ്തികകളിൽ. വിദ്യാഭ്യാസം, ആതുര സേവനം, സ്ട്രെസ് മാനേജ്മെന്റ്, ധ്യാനിച്ച് ജീവിക്കാൻ പഠിപ്പിക്കുന്നവര്, 10,000-ങ്ങളെ ഒരുമിച്ചിരുത്തി ധ്യാനിപ്പിച്ച് ഉടലോടെ സ്വർഗത്തിലേക്ക് ഉദ്ധരിക്കുന്നവര്, ദ ചാരിറ്റബിൾ, അൾട്രൂയിസ്റ്റിക്, ബൗണ്ടിഫുൾ, എല്ലാം ഫേക്ക് ആണെന്നല്ല. ബട്ട് യുവേഴ്സ് ഈസ് വൺ, an outfit forging spirituality. ആട്ടി മുടി വാണിഭം, വ്യാജം. Come on, disprove me. No. ഇനി നമ്മൾ സംസാരിക്കണമെങ്കിൽ either you take me in or come again with a court order. ആ, ഒരു കോപ്പം വേണ്ട, കുത്തിപ്പിടിച്ച് തൂക്കിയെടുത്ത് കൊണ്ടുപോകാൻ എല്ലാത്തിനും. ആണോ? ഹലോ, എക്സ്ക്യൂസ് മീ. Hey! ചവിട്ടി മതി ചിത്രമരങ്ങ് കേറി അല്ലേ? കൊള്ളാം. ഒട്ടിച്ച് കേട്ടിട്ടുണ്ടോ? നരി. കണ്ടിട്ടുണ്ട്. ഞാൻ റിലീസിന് വിധികാത്ത് കിടക്കുമ്പോ വിയൂരിൽ സെൽ നമ്പർ 3, നിങ്ങൾ 19. എന്റെ ബ്ലോക്കില് പുറത്ത് ചരട് വലിക്കാൻ ഉന്നത ബന്ധങ്ങളുള്ള ഒരേ ഒരു VIP തടവുകാരൻ അപ്പിച്ചായി, വട്ടക്കാലിൽ പുരുഷോത്തമൻ പേര്. ഐതിഹ്യങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആന ചവിട്ടി കണ്ണി പറിച്ച കൈ, അരയിലൊരു നിറ ഏത് നേരത്തും, ഗരുഡൻ കൊത്തിയ വടി. ഞാനും മാഞ്ചാടിയായിട്ട് ഒരുപാട് തീർത്ത കയ്യാ. ഒരുപാട് തീർത്ത കൈ. പക്ഷേ ഒരു നിഴല് വീണ് തുടങ്ങുന്നുണ്ട് ആയുർരേഖയിൽ. സ്ട്രെസ്ഡ്, എഫക്റ്റഡ്, ഹാരസ്ഡ്, ഷട്ടേഡ്. ഇനി അതിലപ്പുറം വല്ലതും ഉണ്ടെങ്കിൽ അതും. അതാണിപ്പോ രമാജി. വേഷം കെട്ടിമടുത്തു, ഇവിടുത്തെ ഏർപ്പാടുകൾക്ക് ഓരോന്നിനും കൂട്ടുനിന്ന് മടുത്തു, മതിയായി. അങ്ങനെ ഒരു മെസ്സേജ് കേട്ടു ഞാനിപ്പോ. ബഹൻജിയുടെ നെടുവീർപ്പിൽ പിൻവാങ്ങണം, പിന്മാറണം, എല്ലാത്തിൽ നിന്നും ബഹന്. എ ടോട്ടൽ റിട്രീറ്റ്. ഇവിടെ ഇരിക്കുന്ന ഈ ആവശ്യമില്ലാത്ത പുസ്തകങ്ങൾ വായിച്ച് 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 ഒടുവിലിപ്പോ വല്ലാതെ സ്പിരിച്വലായി മാറിപ്പോയിരിക്കുന്നു ബഹൻജി. എല്ലാം അവസാനിപ്പിച്ച് ഇവിടം വിട്ട് പോണം. ഒന്നുകിൽ കൂനൂർക്ക്, ഇല്ലെങ്കിൽ ഗോവ, ബാക്ക് ടു ബേസ്. അതുമല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും. തിരിച്ചു വരാൻ ആരും നിർബന്ധിക്കാനില്ലാത്ത, ആരും ഒന്നും അടിച്ചേൽപ്പിക്കാത്ത ഒരിടത്തേക്ക്. I don't know. യു നോ. ബഹൻജിക്ക് അറിയാം. അങ്ങനെ ഒരു മോഹം പറഞ്ഞിരുന്നു ഹെലനോട് ഇന്നലെ ഫോണിൽ സംസാരിക്കുമ്പോ. Yes. ആ ഞാൻ, ഹെലൻ, ബാലു, പിന്നെ ഇവള് സുഭദ്ര. കൂനൂരിലെ സ്കൂൾ ബോർഡിങ്ങിൽ തുടങ്ങിയ ബന്ധം മുതൽ ഇങ്ങോട്ട് ഇന്ന് വരെ ഇതുവരെ പങ്കുവച്ചതെല്ലാം, നല്ലതും ചീത്തയും എല്ലാം മറക്കണം. യു വാണ്ട് ടു വാനിഷ്. ഒളിച്ചോടണം, ഒറ്റപ്പെടണം രമാജിക്ക്. അന്തേവാസികൾ മുഴുവൻ ഉറങ്ങിക്കഴിഞ്ഞിട്ടും ഉറങ്ങാൻ മനസ്സ് കൂട്ടാക്കുന്നില്ല.
ആയിരങ്ങളെ ഒരേ നിലയിൽ ഉറങ്ങാൻ സാന്ത്വനക്രിയ അഭ്യസിപ്പിച്ച സ്വാമി ഹർഷാനന്ദജിയുടെ പ്രഥമ ശിക്ഷയ്ക്ക് മനസ്സ് പ്രക്ഷുബ്ധം, കടല് പോലെ, അതിൽ നിറയെ തീരുമാനങ്ങൾ. എങ്കിലും എല്ലാം ഇറക്കി വെച്ചൊന്ന് ഉറങ്ങണം ബഹൻജിക്ക്. Sedu, what do you... The eternal sleep, the final trip. You want that? Hey! Yes. ബഹൻജിക്ക് തീരുമാനിക്കാം. എപ്പ വേണമെങ്കിലും പുറപ്പെടാം. ഇന്നോ നാളെയോ എപ്പ വേണമെങ്കിലും. ഇപ്പോ ഈ നിമിഷം. My blessings. Bon voyage. ശുഭയാത്ര. ഹലോ സാർ, ഗുഡ് മോർണിംഗ് സാർ. സാർ എപ്പോ? എങ്ങനെ? സാർ പ്ലീസ്, ഐ വോണ്ട് എ ഫേവർ. ഞാനിവിടെ നിന്ന് ഓടിച്ചെത്താൻ ഒരു 4 മണിക്കൂർ എടുക്കും. അതിനു മുമ്പ് ബോഡി... സാർ, ഞാൻ പുറപ്പെടുന്നു. മീറ്റ് യു ദേർ. രമാബഹൻ ഫൗണ്ട് ഡെഡ്. Yes, Helen. Yeah. Helen, I will call you back. സർ, പ്രഭാകരൻ, RDO. ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞില്ലേ? സർ, കഴിഞ്ഞു. ഞാൻ വിളിപ്പിച്ചത് സർ. പുറത്തുനിന്ന് പബ്ലിക്കിനെ ഒരാളെ പോലും അകത്തോട്ട് കടത്തണ്ടെന്നാണ് ഇവിടെ ഡിവോട്ടീസിന്റെ തീരുമാനം. സർ. പിന്നെ മീഡിയക്കാരെയും റെസ്ട്രിക്ട് ചെയ്തോണം. സർ, തടയുന്നുണ്ട്. സർ. ഹെലൻ വിളിച്ചിരുന്നു. അവിടുന്ന് അവർ ഹെലികോപ്റ്റർ അയച്ചിട്ടുണ്ട്. ഇവിടെ അകത്ത് ഫോറിനേഴ്സിന്റെ പ്രയർ കൂടി കഴിഞ്ഞാൽ പിന്നെ താമസിപ്പിക്കണ്ട. ബോഡി കോപ്റ്ററിൽ ഗോവയിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ചായിരിക്കും ബാക്കി ചടങ്ങുകൾ. അങ്ങനെ ചെയ്തു. സാർ, ആ, നരി മെയിൻ ഗേറ്റ് കടന്നു വന്നു. കോൾ ഹമീദ്. സാർ, ഒറ്റ ആളെ അകത്തേക്ക് എടുത്തുവിടാൻ പറ്റില്ല. മുകളിലുള്ള ഓർഡറാണ്. മാറണം. സാർ, IG വിളിക്കുന്നു. സാർ. AC നരേന്ദ്രൻ ഒരു കാരണവശാലും അകത്തേക്ക് വരാൻ പാടില്ല. സാർ. Go, block him. നരി, ഞാൻ ഹമീദ്. പ്ലീസ്. ഹമീദ് മാറ്. നരി, ദയവേത് ഞാൻ പറയുന്നതെന്ന് മോറി നിൽക്കണോ. Don't move. All right. Stop! You bloody get the hell out of here! Oh! You? നരി, വിട്ടിത്തരം കാണിക്കണോ ഇഡിയറ്റ്. നരി, പിടിച്ചു മാറ്റടാ. എടാ, ഒരു മരണം നടന്ന സ്ഥലമായത്. സോ വാട്ട് സർ? മരണം നടന്ന സ്ഥലത്തേക്ക് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന് പോകാം. തടയാൻ പാടില്ല ഒരുത്തരും. ഐ എം ഡൂയിങ് മൈ ഡ്യൂട്ടി. അവന്റെ ഒരു ഡ്യൂട്ടി വിളിച്ചോട്ട് പോടാ എന്റെ കൺമുന്നിൽ. നോ സർ, ഐ വാണ്ട് ടു നോ വൈ ദ ഹറി. മരണം സംഭവിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ പോസ്റ്റ്മോർട്ടം. എല്ലാ ഫോർമാലിറ്റീസും ഓടിച്ചു തീർത്ത് ബോഡി ഗോവയ്ക്ക് പാഴ്സൽ ചെയ്യാൻ ആർക്കാണ് സാർ തിടുക്കം? കമാൺ, ഹൂ ഗേവ് ദ ഓർഡേഴ്സ്? എനിക്കറിയണം. നോ, നിനക്കറിയാനുള്ള സ്റ്റേറ്റ്മെന്റ്സും റിപ്പോർട്ട്സും അടക്കം കൃത്യസമയത്ത് നിന്റെ ടേബിളിൽ എത്തിച്ചു തരും. അതിന് അധികാരപ്പെട്ടവര്. വെയിറ്റ് ടിൽ ദാറ്റ്. അത്ര മതി ഡ്യൂട്ടി. ഈ പറഞ്ഞതിന്റെയൊക്കെ മഹത്വം ഒരുപാട് കൊല്ലം മുമ്പ് നിങ്ങൾ എന്നെ പഠിപ്പിച്ചതല്ലേ സാർ? കമാൺ. ഗെറ്റ് ലോസ്റ്റ് ഐ സേ. ഇറക്കിക്കൊണ്ട് പോടോ. യെസ് സർ, ദിസ് എക്സ്പ്ലെയിൻസ് എ ലോട്ട്. എടാ നരി, എടാ, മരിച്ചു കിടക്കുന്ന രമാബഹന്റെ നാവിന് ജീവൻ വെച്ചാൽ അവരൊരുപക്ഷെ വിളിച്ചു പറയാൻ ആഗ്രഹിക്കില്ലേ സത്യങ്ങൾ? അതിന്റെ 100 ഇരട്ടി വിളിച്ചു പറയുന്നുണ്ട് ഇപ്പോ. എന്നെ ഇവിടെ നാട്ടിയിറക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹം, ഈ വെമ്പൽ, this betrays you, sir. Your intentions. ഒളിക്കാൻ ഒരുപാടുണ്ട് സാർ നിങ്ങൾക്ക്, ആർക്ക് വേണ്ടിയാണെങ്കിലും. And this tells me why you are too bloody bothered. Enough. Thank you.
ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത് ലോകം നന്നാക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന വിഡ്ഢികളുണ്ടല്ലോ, വീരപുരുഷന്മാർ, നരിയെ പോലെ. ഇഷ്ടമാ സേതുവിന്. ദയ, ദീനാനുകമ്പ, സഹതാപം, ദാക്ഷിണ്യം, അങ്ങനെ എല്ലാം ചേർത്തൊരിഷ്ടം. പൊയ്ക്കോ. ഒറ്റയ്ക്ക് ബ്രഹ്മം പിടിച്ചിറക്കി സർവം കാൽ കീഴിലാക്കാൻ ഒരുമ്പെട്ടിറങ്ങുന്ന മഹാബുദ്ധിശാലികളുണ്ടല്ലോ നിന്നെ പോലെ. ദ പാമ്പസ്, ദ വെയിൻ ഗ്ലോറിയസ്. ഒറ്റ സത്യമേ തിരിച്ചറിയാതെ പോകുന്നുള്ളൂ അവസാന നിമിഷം വരെ. That they make the best among fools. എത്രയും മികച്ച വിഡ്ഢികൾ. The most ludicrous. You belong. ഒന്ന് ഓർത്തു വെച്ചാൽ മതി. Till we meet next. ഹലോ ജലപാലൻ, ഓർമ്മയുണ്ടോ? അറിയാം, വാ വന്നേ. അതെന്താ ഏർപ്പാടാ? ഇത് നമ്മളെ ജൂറിസ്ഡിക്ഷൻ. അറിയാം, വാ, നമുക്കൊന്ന് കൂടിയേച്ച് പോവാം. നരിക്ക് കെണിവെക്കാനാണെങ്കിൽ ഇത് പോര ജലപാല സന്നാഹം. ചെന്ന് പറയണം നിന്നെ അയച്ചവരോട്, അവരാരാണെങ്കിലും. കേട്ടോ? കള്ള ജലപാല മോനെ. ഗുഡ് മോർണിംഗ്. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. നീ എന്തെന്നാണ് ഈ പനറ്റുന്നേ അവിടെ ചെവിയിലോട്ട്? ഞങ്ങള് പെണ്ണുങ്ങള് തമ്മി പറഞ്ഞതാ. എന്നാ പിന്നെ എന്തേലും വിട്ടിത്തമായിരിക്കും. നിങ്ങളൊന്ന് പോയി മനുഷ്യനെ. നീ ചെല്ലേ, അല്ലെങ്കിൽ തന്നെ കേസിന്റെ ടെൻഷൻ എല്ലാം കൂടെ മണ്ടയിലോട്ട് കേറിയിട്ട് പ്രഷറിന്റെ ഗുളിക 2 കൂടുതൽ വിഴുങ്ങിയേച്ച് നിൽക്കുക ഞാൻ. പോ. ഒന്ന് വിട്ടേ പ്രവേ. അത് പിന്നെ നിങ്ങൾ ഈ ടെൻഷൻ മുഴുവൻ ഒറ്റയ്ക്ക് പിടിക്കുന്നതിന്റെ നരീനെ കണ്ടു പഠിക്കും. കേസിന്റെ കാര്യങ്ങൾ മുഴുവനും പ്രഭയുടെ കൂടെ ഷെയർ ചെയ്യും. അങ്ങനെ വേണം ആണുങ്ങള്. പണ്ടൊരു കേസിന്റെ ടെൻഷൻ 2 കൂടെ ഷെയർ ചെയ്തതിന്റെയാ
ഒടുക്കം പേരുദോഷം തീർക്കാൻ നമ്മൾ റേഷൻ കച്ചേരി പോയി സാക്ഷി ഒപ്പിട്ട് കൊടുത്തത് അല്ലേടി ശ്ശോ, sir, ആ, അത് വന്നി. ആ. എടാ ഹേമമ്പലം തട്ടിയായിരുന്നോടോ ഇന്നലത്തില്ലേ സ്റ്റണ്ട്? നോ സർ, ആ ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ആ ആ ജലപാലൻ ഒറ്റയ്ക്ക് ധൈര്യപ്പെടുകയല്ല. ഇല്ല സർ, ഉം, ഐ ജി ബാലു, അപ്പിച്ചായി, സേതു, ഉം, അങ്ങനെ ഏത് ധൈര്യം വേണമല്ലോ ആകാൻ പറയും. ഉം. റിപ്പോർട്ട്സില് സാർ വായിച്ചില്ലേ? An excessive dose of barbiturates followed by a massive cardiac arrest. ഉറക്കത്തിൽ രമാബഹൻ മുൻപ് 3 തവണ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. ഉം. ഒരിക്കൽ ഒരു പ്രണയ നൈരാശ്യം, മറ്റു പലതും. കൂനൂർ പഠിക്കുമ്പോൾ പിന്നെ 2 തവണ വീണ്ടും ഗോവയിൽ ഹർഷപുരി ആശ്രമത്തിൽ സന്യസിക്കാൻ ചേർന്ന കാലത്ത്. എടാ നിനക്കിതൊക്കെ ആശ്രമത്തിൽ നിന്ന് അവർ തന്നെ പ്രൊവൈഡ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട്സ് ആണ്. രമാബഹൻ ഒരു പശ്ചാത്തലമുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ, വിശ്വസിപ്പിക്കാൻ. അവരുടെ സെക്രട്ടറിയുടെയും അടുപ്പമുള്ള മറ്റ് അന്തേവാസികളുടെയും മൊഴികൾ അത് സ്ഥാപിച്ചെടുക്കുന്നത് that she was depressed perpetually. നീ വിശ്വസിച്ചോ? ക്രാപ്പ്. നമ്മൾ അന്വേഷിച്ചെന്ന് തൊടുന്നിടം ഓരോ കണ്ണിയായിട്ട് മുറിച്ചുകൊണ്ടിരിക്കുക അവര് ആരായാലും അല്ലടാ. സർ, പക്ഷേ ഇനി അങ്ങോട്ട് നമ്മൾ ചെന്ന് തൊടുന്നെങ്കിൽ അതവനങ്ങനെ ഒറ്റ വെട്ടിന് മുറിക്കാൻ പറ്റുന്ന കണ്ണി ആവില്ല സർ. ഉം. എന്നാലും ആരായിരിക്കുന്ന നിന്റെ ആരുമാവാ സർ, കണ്ടതല്ലേ? കാരുണ്യദീപത്തിൽ ദ ലേറ്റ് രമാബഹന്റെ യാത്രയപ്പിന് വന്നു നിരന്ന പ്രമാണിമാരിൽ ആരും അവസാനം വന്നിറങ്ങിയ ഈ അപ്രതീക്ഷിത VIP അടക്കം anybody. And we will just jumble the links. എന്ന് വെച്ചാല് എന്ന് വെച്ചാൽ എന്തും നമുക്ക് ഊഹിക്കാം. നിങ്ങളുടെ ഈ ദൈവപുത്രൻ ഈ VIP അടക്കം ആരെയും സംശയിക്കാം ഫ്രം an investigator's point of view. ഹാ, സർ, ഏത് നിലയ്ക്കെന്നറിയില്ല, എത്ര ആഴത്തിലെന്ന് ഊഹമില്ല. ബട്ട് he too is involved, connected. എവിടെയൊക്കെയോ. സാർ, സാറ് പറഞ്ഞില്ലേ ഗോവ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട്? ഐ ഡിഡ് ഫോളോ അപ്പ്. സേതുവിനും മിസ് ഹെലൻ കോടയ്ക്കുമൊപ്പം ഗോവ പാം ബീച്ച് അനക്സിൽ ഇവനും ഉണ്ടായിരുന്നു സർ. ആൻഡ് ഹി വാസ് ഹാവിംഗ് എ ഗുഡ് ടൈം ടു. That means fun, girls, booze and stuff. ആട്ടവും പാട്ടും കൂത്തും കുടിയല്ല. But that's absolutely no concern of ours. ഹാ, ഒന്ന് തെളിച്ച് പറയണ്ടെന്നരി ഇവനെങ്ങനെ? No, തൽക്കാലം പറയില്ല സർ. കൂടെ കിടക്കുന്ന സ്വന്തം ഭാര്യയോട് പോലും. ആ, ഇന്ന് രാത്രിയോ നാളെ പുലർച്ചെയോ മുൻ പരിപാടികൾ മുഴുവൻ റദ്ദ് ചെയ്ത് CM കൊച്ചിയിലെത്തുന്നു. An abrupt lightning visit. അല്ലേ സർ? റിപ്പോർട്ട് കിട്ടിയില്ലേ? ഓ ഓ, കിട്ടി. ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഗോപ്യം. ബട്ട് ഐ എക്സ്പെക്ട് എ ഷോട്ട് ഔട്ട്. എന്നാടാ? ഒരംഗം. മുറുതല്ലോടാ, ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഞാൻ പിടിച്ചോളാം. ഇപ്പൊ വടിക്കും. ഒന്ന് അനങ്ങാതിരുന്ന് കൊടുക്കന്റെ CM. അല്ല പിന്നെ CM, ആ, ഇതേതാ? ഇലക്ട്രോണിക് സിറ്റി MOU ഫസ്റ്റ് ഡ്രാഫ്റ്റ്. ഓ, ദുബായ്ക്കാരുടെ. സർ. ആ, ചെറുക്കനാ അതിന്റെ ഡീലിങ്സ് ഒക്കെ അവൻ വായിക്കണം. സർ. എടേ, എന്നാലും അവനവനായിട്ടൊന്ന് വായിച്ചു നോക്കത്തില്ല. ചുമ്മാ നല്ല പത്രക്കാരും ആയിരുന്നു. ഫയൽ പഠിക്കത്തില്ല എന്നും. എടി പോകാതെ. എടാ ഇപ്പൊ കാണാൻ പറ്റത്തില്ല. ഞാൻ പപ്പയോട് ആ, ആരാടാ? ഒരു അരമണിക്കൂർ ലോബിയിൽ വെയിറ്റ് ചെയ്യണം. സഹദേവാ, എടാ ഒന്ന് പോടോ. സേതു ഇങ്ങോട്ട് വരുന്നു. കടത്തി വിടണ്ടെന്ന് പറയട്ടെ. അവൻ വരും. ആ, ലാൽ സലാം. ആ. എന്താടാ, എന്നെ കണ്ടത് മുഖം നന്ദിഗ്രാം പോലുണ്ടല്ലോ. ഒരു കൊട്ട രണ്ടുപേർക്കും. എന്താടാ പ്രശ്നം? നീ ഇവനും തമ്മില്? ഇവനും ഞാനും തമ്മിലല്ല, ഞാനും അങ്കിളും തമ്മിൽ, സേതുവും സ്റ്റേറ്റ് ഭരിക്കുന്ന ആളും തമ്മിൽ. ഓഹോ, എന്ന് വെച്ചാ എന്താ ഇപ്പൊ നിന്റെ ഉദ്ദേശം? എന്ന് വെച്ചാൽ അങ്കിൾ, പണ്ട് കൂനൂരിലെ ബിഷപ്പ് സ്കൂൾ ബോർഡിങ്ങിൽ നിന്ന് വർഷാവർഷം വെക്കേഷന് നാരായണൻ നായരുടെ ബെൻസിൽ ഇവനെ ഫ്രീ ആയിട്ട് ലോഡ് കയറ്റി വീട്ടിൽ കൊണ്ടുവന്ന് അട്ടിമറിച്ചു തരുമ്പോ അപ്പൊ എന്റെ മുഖം കാണുമ്പോ പഴയ സഖാവ് CP MLA ഒരു പദ്യം പാടാറുണ്ട്. പാഥസാം നിജയം വാർന്നൊഴിഞ്ഞളവ് സേതുബന്ധനോദ്യോഗമെന്തോ. അത് തന്നെയാണ് സാർ ആഗമനോദ്ദേശം. എല്ലാം വാർന്നൊലിച്ചു പോകും മുമ്പ് സേതുബന്ധനം. അണമുറിഞ്ഞു പോകാതിരിക്കാൻ, ഒരു സഹായം ചോദിച്ചു വാങ്ങിക്കാൻ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ലേ? കമ്പിളിക്കണ്ടം ചോദ്യം. അതിന്റെ മലവെള്ളം പെരുകി എന്റെ മൂക്കിന്റെ തുഞ്ചം വരെ എത്തി നിപ്പോണ്ടിപ്പോ, കാരുണ്യദീപം വരെ. ഇവൻ പറഞ്ഞില്ലേ, ഐ വാണ്ട് ഇറ്റ് സ്റ്റോൾ, ഐ വാണ്ട് നരി ബി ഡ്രോൺ.
ഫ്രം ദ സീ. ഇവനോട് ഞാനൊരു അപേക്ഷ വെച്ചിരുന്നു. പറഞ്ഞു, പക്ഷെ പറ്റില്ലെങ്കിലോ? അങ്ങനെ ഒറ്റ വാക്കിലൊരു മറുപടി പറയല്ലേ CM. ഭരണസിംഹാസനത്തിലേറും വരെ ഒരുപാട് കാലം കൂടെ നിന്നിട്ടും ഒരു തവണ പോലും നിങ്ങളുടെ മന്ത്രി ബംഗ്ലാവിന്റെ പടി ചവിട്ടിയിട്ടില്ല സേതു. ഒന്നും ചോദിച്ചിട്ടില്ല, ഒന്നും പുതുക്കിയിട്ടില്ല, ഒന്നും ഓർമ്മിപ്പിച്ചിട്ടുമില്ല സേതു ഇതുവരെ. നീ എന്താടാ പഴയ കണക്ക് പറഞ്ഞെന്നെ പേടിപ്പിക്കാമെന്നതാ? അതെ, പേടിപ്പിക്കാൻ, ബ്ലാക്ക് മെയിൽ ചെയ്യാൻ. സേതു അത് വേണ്ട, പുറത്ത് പോലീസുണ്ട്, ഒന്ന് ഞൊടിച്ചാൽ മതിയാ ഞാൻ കാണണോ? എത്ര കാലമായടാ പോലീസ് കാവലുണ്ടായിട്ട് നിനക്ക് നിന്റെ തന്തയ്ക്കും? ഇനി ഏറിയാൽ എത്ര കാലം, എത്ര മാസം? Yes. ഓർമ്മിപ്പിക്കാനാണെങ്കിൽ ഒരു പാടുണ്ട് കണക്കുകൾ. പാർട്ടി പിടിക്കാൻ, സ്റ്റേറ്റിൽ അങ്ങോളം ഇങ്ങോളം പോസ്റ്റ് ഒട്ടിക്കാൻ, ഗ്രൂപ്പുകാർക്ക് വായിക്കരി ഇടാൻ, പത്രങ്ങളിലെയും ചാനലുകളിലെയും പാദസേവാ സംഘക്കാർക്ക് സൽക്കാരം വിളമ്പാൻ, സമ്മാനിക്കാൻ, സാഹിബിന്റെ കോളേജിലെ നിന്റെ ക്യാപിറ്റേഷൻ ഫീ, മകൾക്ക് മണിപ്പാലി മാറ്റേ, അങ്ങനെ പത്തിനും പലതിനും പാടിനും. അച്ഛൻ ഒറ്റയ്ക്ക് സാമ്രാജ്യം വെട്ടിപ്പിടിക്കാൻ മകൻ വന്ന് പിച്ചപാത്രം നീട്ടുമ്പോഴൊക്കെ എത്രയും ഇല്ലാതെ വാരി പൊളിച്ചിട്ടുണ്ട് സേതു. കെട്ടുകൾ എന്നെ എടുക്കുമ്പോ എത്രയും നല്ലാതെ എവിടുന്ന് എന്ന് ചോദിച്ചിട്ടുണ്ടാവില്ല മകനോട്, അല്ലേ? പഴയ കണക്കുകൾ മറക്കാം, പക്ഷേ പുതിയൊരു കണക്കുണ്ട്. ഇതില് ഇപ്പൊ കഴിഞ്ഞില്ലടാ നമ്മുടെ ഗോവ ട്രിപ്പ്. അതിന്റെ ഫോട്ടോഗ്രാഫ്സ്, വീഡിയോ ഷൂട്ട് ചെയ്ത് വെപ്പിച്ചതാ ഞാൻ. ഇങ്ങനെ എപ്പോഴെങ്കിലും ഉപകാരപ്പെടാൻ. എന്തടാ, പുറത്ത് പോലീസുണ്ട്, വിളിപ്പിക്കണോ? മുഖ്യമന്ത്രി ബ്ലാക്ക്മെയിൽ ചെയ്തതിന് എന്നെ അറസ്റ്റ് ചെയ്യാൻ? പുറത്ത് നിനക്ക് പെട്ടെന്ന് കൈയെത്താത്തടുത്ത് ഇതിന്റെ ഒറിജിനൽ ഭദ്രമായി വെച്ചിട്ടുണ്ട് സുഭദ്ര. സേതു തിരിച്ചെത്താൻ വൈകിയാല് പിന്നെ ന്യൂസ് ചാനലുകളിൽ ഇന്ന് നീ ആയിരിക്കും വൈകിട്ട്. റിയാലിറ്റി ഷോ. അണ്ണ മുറിഞ്ഞു പോയാല്, സേതു ഒലിച്ചു പോയാല് ഒപ്പം ദാ ഇവനും ഉണ്ടാവും, ഒറ്റ പുത്രൻ. സോ ബി വൈസ്, യൂസ് യുവർ ക്ലൗഡ്, വിഡ്രോ നരി. എന്നെ രക്ഷപ്പെടുത്താൻ, ഇവനെ രക്ഷപ്പെടുത്താൻ. സേതു ബന്ധനം. ലാൽ സലാം. വിളിക്കു ഷിഹാബിനെ. അച്ഛൻ ഇപ്പൊ വരും, അപ്പൊ ഉറങ്ങിക്കോ കേട്ടോ. അമ്മ വിളിച്ചോളാം. ദാ വന്നല്ലോ, അമ്മ വാതിൽ തുറക്കട്ടെ. Hey, come on. പ്രഭേ, ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഹീസ് ഓൾ റൈറ്റ്. ഡോക്ടർ ഒന്ന് കാണാൻ. നോ, ഒരു 2 മണിക്കൂർ അവനൊന്ന് ഉറങ്ങിക്കോട്ടെ, എന്നാലേ ഷോക്കിൽ നിന്ന് പുറത്തു വരൂ. ഇപ്പൊ നിന്നെ പ്രഭയോ കണ്ടാൽ അവൻ ഇനിയും കരയും. എവിടെ ഷിഹാബ്? പോയോ? ഇപ്പൊ പോയതേ ഉള്ളൂ. ആ, നരി നിർബന്ധമായിട്ട് പറഞ്ഞേച്ചു. ആഹാ. നരി, ഒറ്റ മിനിറ്റ്. എടാ, താഴെ പണം കെട്ടിട്ടില്ലല്ലോ ഇതുവരെ. അവരിപ്പോഴും വിളിച്ചിരുന്നു അകത്തേക്ക്. ഡോക്ടർ, അത് ഞാൻ താഴെ അവർ പെട്ടെന്നൊരു എമൗണ്ട് പറഞ്ഞപ്പോ. എന്താടാ, ഞാനൊന്ന് വിളിച്ചു പറയട്ടെ താഴെ എന്റെ അക്കൗണ്ടിൽ വെക്കാൻ? വേണ്ട ഡോക്ടർ, പ്ലീസ്. 10 മണി വരെ സമയമായി തന്നാൽ മതി, ഞാൻ കൊണ്ട് നടത്തോളാം. എക്സ്ക്യൂസ് മീ ഡോക്ടർ. ഓക്കേടാ. എടാ 50,000 ചെക്ക് ചെയ്യാൻ കൊടുത്തു വിട്ടോളാം. നീ ഫോൺ വെക്കേ, ഞാൻ വിളിക്കാം. ഇപ്പൊ എങ്ങനെയുണ്ടാ? ഹീസ് ഓക്കെ.
ഡാ താഴെ പൈസ ഞാൻ അടച്ചിട്ടുണ്ട്, മരുന്നിന്റെ എല്ലാം കൂടെ കൂട്ടി. നരിയേട്ടാ ഇപ്പൊ നീ എതിർത്തൊന്നും പറയല്ലടാ. എടാ നീ പ്ലീസ്, നേരായിട്ട് ഇത് കൈക്കൂലി വാങ്ങിച്ച കാശല്ല, ചത്തുപോയതിന്റെ അപ്പനാണ് സത്യം. നീ വിലക്കരുത്.